നിങ്ങൾ പറഞ്ഞ ഇപ്പം ഞാൻ ആ ഘട്ടത്തിൽ തലശ്ശേരിയിലൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. നമുക്കിതിനെക്കുറിച്ച് അതോറിറ്റി ഒന്നുമല്ലല്ലോ. അതിനകത്ത് 15 മിനിറ്റായി. അല്ലല്ല, അത് നിങ്ങൾ അപ്പുറത്ത് കണ്ടില്ല. അത് സ്വയം നിയന്ത്രണം പാലിക്കണം. പാലിക്കാം. സ്പീക്കർ എന്ന് പറഞ്ഞാൽ അൺബയാസ്ഡ് ആയിട്ട് പറഞ്ഞ ആളാണ്. അല്ലല്ല ശ്രീ ഷംസീർ, ഞാൻ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല. ശ്രീ ഷംസീർ അങ്ങയോട് പറഞ്ഞതും മറ്റുള്ളവരോട് പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നത്. ഈ നടപടികളൊക്കെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി സാർ, ഇവിടെ വളരെ സംഘടിതമായ ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ റൂട്ടുണ്ട്. അത് വളരെ താഴത്തെ തലത്തിൽ പ്രവർത്തിക്കുകയാണ്. അതിനുള്ള സ്ട്രോങ് ആയിട്ടൊരു നടപടി ഗവൺമെൻറ് എടുക്കുന്നു. മിനിസ്റ്റർ, ഒരു മിനിറ്റ്. ഈ ചെയർ അറിയാതെ ഈൽഡ് ചെയ്താൽ മൈക്കിന് കിട്ടില്ല, അത്രേ പറയുന്നുള്ളൂ. ഇനി അങ്ങയുടെ അനുവാദത്തോടു കൂടി മാത്രമേ. എല്ലാ അംഗങ്ങൾക്കുള്ള ഒരു പൊതു നിർദ്ദേശമാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയല്ല, ടെന്നീസ് കളിയല്ല. അങ്ങ് ക്ഷമിക്കണം. ഇനി അങ്ങയുടെ അനുവാദത്തോടെ ക്ഷമയുടെ പ്രശ്നമില്ല, പൊതുവിൽ എല്ലാവരും പാലിച്ചാൽ മതി. ശ്രീ ജയശങ്കർ, മന്ത്രി പാർട്ടി സെക്രട്ടറിയാകുന്നു, സ്പീക്കർ മന്ത്രിയാകുന്നു, സഭയിൽ സദാ സംസാരിക്കുന്ന ഒരാൾ സ്പീക്കറുമാകുന്നു. ഈ മാറ്റങ്ങൾ എന്തു മാറ്റം കൊണ്ടുവരാനാണ്? എന്ത് മാറ്റം കൊണ്ടുവരാനാണ്? ഇതിലൊന്നും വലിയ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സംഗതികൾ പലതാണ്. ഒന്നാമത് ശ്രീ ഗോവിന്ദ മാസ്റ്റർ തരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇരുത്തം വന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറിയായിട്ട് പോകുന്നു. ഇന്നത്തെ നിലയ്ക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാവുന്നതിൽ നല്ല ഒരു സെക്രട്ടറിയാണ് അദ്ദേഹം അല്ലെങ്കിൽ ഒരു പക്ഷേ വിജയരാഘവനെയോ അല്ലെങ്കിൽ EP ജയരാജനെയോ ഒക്കെ പാർട്ടി സെക്രട്ടറിയായിട്ട് കാണേണ്ടത്. ഏതായാലും ആ അപകടം ഒഴിവായി. അവരെ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം. പാർലമെൻ്ററി വ്യാമോഹങ്ങളില്ലാത്ത ആളാണ്, അങ്ങനെ അധികാരമോഹം ഇല്ലാത്ത ആളാണ്, ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. നമ്മൾ ഈ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള പോലെയുള്ള പഴയ കാലത്ത് പഴയ കാറ്റഗറിയിൽപ്പെട്ട ചടയം ഗോവിന്ദൻ്റെ പോലെ അല്ലെങ്കിൽ CH കണാറിൻ്റെ പോലെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം. നല്ലൊരു പാർട്ടി സെക്രട്ടറി ആയിരിക്കും. അദ്ദേഹത്തിന് മാർക്സിസം ലെനിനിസത്തിൽ നല്ല അവഗാഹമുള്ള ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായ ഒരു ശാഠ്യവും മെച്ചപ്പെട്ട പ്രതിച്ഛായം അദ്ദേഹത്തിനുണ്ട്. അത് രണ്ടും പാർട്ടിയെ സംബന്ധിച്ചുള്ള ഗുണകരമായിരിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് MP രാജേഷാണ്. MP രാജേഷ് അങ്ങനെ അഴിമതിക്കാരനായിട്ട് അറിയപ്പെടുന്ന ഒരാളല്ല. വകുപ്പ് എക്സൈസാണ് എന്നുള്ള പ്രത്യേകം ഓർക്കണം. CPM-ൽ നിന്ന് വരുന്ന എക്സൈസ് മന്ത്രിമാരും തന്നെ സമീപകാലത്തൊന്നും അഴിമതിക്കാരായിട്ട് കേട്ടില്ല. ഉദാഹരണത്തിന് കുര്യാസനാണെങ്കിലും പിന്നീട് കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് മന്ത്രി രാമകൃഷ്ണനാണെങ്കിലും ഇപ്പോൾ ഗോവിന്ദ മാഷാണെങ്കിലും ഒന്നും അങ്ങനെ എക്സൈസ് വകുപ്പ് ഒരു കറവ പശുവാക്കിയ ആളുകളായിരുന്നില്ല. സർക്കാരിൻ്റേതായ വ്യതിയാനങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബാറുകൾ തുറക്കുകയില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ എല്ലാ ബാറുകളും തുറന്നു കൊടുത്തു. പുതിയ ബാറുകൾക്ക് അനുമതി നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടു. അത് സർക്കാരിൻ്റെ നയമാണ്, അത് മുന്നണിയുടെ നയമാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയമാണ്. അതിനപ്പുറത്ത് എക്സൈസ് മന്ത്രിമാർ വ്യക്തിപരമായിട്ട് ഒരു അഴിമതി നടത്തിയവരല്ല. ഗുരുദാസനും ചെയ്തിട്ടില്ല, രാമകൃഷ്ണൻ ചെയ്തിട്ടില്ല, ഗോവിന്ദമാഷും ചെയ്തിട്ടില്ല. അതിന് രാജേഷ് ചെയ്യുകയില്ല. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. രാജേഷ് അങ്ങനെ സാമ്പത്തികമായിട്ട് അഴിമതി നടത്തുന്ന ആളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ യാതൊരു സാധ്യതയില്ല. പിന്നെ അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ആളാണ്. പക്വതയുള്ള സമീപനമാണ് പുലർത്തുന്നത്. ഒരു നല്ല മന്ത്രിയായിട്ട് അറിയപ്പെടാനാണ് കൂടുതൽ സാധ്യത. കാരണം എന്ന് വെച്ചാൽ മറ്റ് പല മന്ത്രിമാരുടെയും പ്രകടനം വളരെ മോശമാണ്, വളരെ പരിതാപകരമായ രീതിയിലാണ് പോകുന്നത്. മാത്രമല്ല എല്ലാം പുതുമുഖങ്ങളാണല്ലോ. കൃഷ്ണൻകുട്ടിയും ശശീന്ദ്രനും പിണറായി വിജയനും ഒഴിച്ച് ബാക്കി എല്ലാം പുതുമുഖങ്ങളാണ്. അനുഭവ പരിചയമുള്ള ആളുകൾ, പ്രായോഗിക പരിചയമുള്ളവർ വളരെ കുറവാണ്. ഇപ്പോൾ ഗടാഗടിയന്മാരായിട്ടുള്ള നമ്മുടെ തോമസ് ഐസക്കിനോ അല്ലെങ്കിൽ G സുധാകരനോ അതുമല്ലെങ്കിൽ രവീന്ദ്രനാഥ് മാഷിനോ ശൈലജ ടീച്ചർക്കോ ആർക്കും ഈ മന്ത്രിസഭയിൽ അവസരം കൊടുത്തിട്ടില്ല. കുറേ പേർക്ക് മത്സരിക്കാൻ സീറ്റ് തന്നെ കൊടുത്തില്ല. ജയിച്ച് വന്നവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. കടകംപള്ളി സുരേന്ദ്രൻ എത്ര മഹാനായിരുന്നു നമുക്ക് മനസ്സിലായപ്പോഴാണ്, നമ്മുടെ ശിവൻകുട്ടി മന്ത്രിയായപ്പോഴാണ്. എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് അനുഭവ പരിചയം കുറഞ്ഞ ആളുകളാണ് ഈ സർക്കാരിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാരിലേക്ക് രാജേഷിനെ പോലെ ഇരുത്തം വന്ന ഒരു നോൺസെൻസ് മാൻ എന്ന് പറയാവുന്ന ഒരാൾ വരുന്നത് തീർച്ചയായിട്ടും മന്ത്രിസഭയെ സംബന്ധിച്ചുള്ള അതൊരു മുതൽക്കൂട്ടായിരിക്കും. അത് പരിചയമുള്ള ആരെയും മന്ത്രിസഭയിൽ എടുക്കില്ല എന്നുള്ള ശാഠ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ സഭയിലുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതിൽ അടിസ്ഥാനപരമായിട്ട് ഒരു ഒരു വിഷമം തോന്നുന്ന ഒരു കാര്യം കൂടി ഉണ്ട് രാജേഷിനെ മന്ത്രിയാക്കുന്നതിൽ. അതായത് മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് സ്പീക്കറുടെ ഒരു പ്രൊമോഷൻ പോസ്റ്റാണ് എന്ന ഒരു ധാരണ ഇത് സൃഷ്ടിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ അങ്ങനെയല്ല. സ്പീക്കർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥാനമാണ്, വലിയ പദവിയാണ്,
വലിയ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചീഫ് ജസ്റ്റിസ് പോലെ, ചീഫ് മിനിസ്റ്റർ പോലെ സഭാനാഥനാണ് സ്പീക്കർ. സ്പീക്കറുടെ പദവി എന്ന് പറഞ്ഞാൽ മന്ത്രിയേക്കാൾ കുറഞ്ഞൊന്നല്ല. ഇപ്പോൾ ഈ മാറ്റം കൊണ്ടുണ്ടാക്കുന്ന ഒരു സാങ്കേതികമായ അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ടുള്ള ഒരു തകരാറ് എന്ന് പറയുന്നത്, ആ സ്പീക്കറായിട്ട് 1.25 കൊല്ലം തിരക്കില്ലാതെ പ്രവർത്തിച്ച ആളെ മന്ത്രിയായിട്ട് പ്രൊമോട്ട് ചെയ്തു എന്ന ഒരു ധാരണയാണ്. അതുമാത്രമല്ല, മന്ത്രിയാകാൻ പോരാ എന്ന് തോന്നിയ ഒരാളെ സ്പീക്കറായിട്ട് അക്കമഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഗോവിന്ദ മാഷ് രാജിവെച്ചപ്പോൾ അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളെ, ശൈലജ ടീച്ചർ പറ്റില്ല, മറ്റൊരാളെ എടുക്കാം. അപ്പോൾ ഷംസീറിനെ എടുത്താലും നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ഷംസീറിനേക്കാളും നിലവാരം കുറഞ്ഞ ആളുകൾ ഈ മന്ത്രിസഭയിൽ മന്ത്രിമാരായിട്ട് ഇരിക്കുന്നുണ്ട്. ഷംസീർ അത്ര മോശം മന്ത്രിയൊന്നും ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ഷംസീറിനെ മന്ത്രിയാകാൻ പോരാ, മന്ത്രിയാകാനായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ സ്പീക്കറാക്കി കളയുമെന്ന് വിചാരിക്കുന്നത് സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് ഇവർക്ക് ഉള്ള വികലമായ ധാരണ കൊണ്ടാണ്. അത് തികച്ചും തെറ്റാണ്. ഷംസീർ മന്ത്രിയാകാൻ യോഗ്യനല്ലെങ്കിൽ അത് സ്പീക്കറാകാൻ യോഗ്യനല്ല. കാരണം മന്ത്രിയേക്കാളും ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മന്ത്രിയേക്കാളും പദവി കൂടിയ ഒരു സ്ഥാനമാണ് സ്പീക്കറുടേത്. ഇപ്പോൾ രാജേഷിനെ പോലെ ഒരാളെ കഴിഞ്ഞ അവിടെ നേരത്തെ മന്ത്രിയാക്കാമായിരുന്നു. അദ്ദേഹത്തെ സ്പീക്കറാക്കി ഇരുത്തി, സ്പീക്കറാക്കി അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അത് സ്പീക്കർ സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മോശമായിട്ട് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും മനസ്സിലാക്കുക. അതുമല്ല, അദ്ദേഹം ഒരു ചീത്തപ്പേരും ഇല്ലാതെ സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ സഭ നിയന്ത്രിച്ചു. പ്രതിപക്ഷക്കാർക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയത്തക്ക പരാതിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരാളെ മന്ത്രിയായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതേ സ്ഥലത്ത് മന്ത്രിയാകാൻ യോഗ്യനല്ല, കണ്ണൂർ ജില്ലക്കാരനാണ് എങ്കിൽ പോലും, പാർട്ടിക്കാരനാണ്, 2ാം തവണ MLA ആയ ആളാണ് എങ്കിലും മന്ത്രിയാകാൻ പോരാ എന്ന് തോന്നിയ ആളെ സ്പീക്കറായിട്ട് അക്കമഡേറ്റ് ചെയ്യുന്നു. അത് സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് താഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണ്. ശ്രീ കാർത്തികേയൻ സ്പീക്കറായിരുന്ന കാലത്ത് അദ്ദേഹം ഇത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാർത്തികേയൻ 2 തവണ മന്ത്രിയായിട്ടുള്ള ആളാണ്. 3ാമത്തെ ടൈമിലാണ് അദ്ദേഹം സ്പീക്കറായിട്ട് വരുന്നത്. ഒരു സ്റ്റേജിൽ ഈ കോൺഗ്രസ്സിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനൊക്കെ ശരിയാക്കുന്ന കൂട്ടത്തിൽ പല കോമ്പിനേഷൻ വന്നപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു സ്പീക്കറായിരിക്കുന്ന കാർത്തികേയനെ അവിടെ നിന്ന് മാറ്റി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ അക്കമഡേറ്റ് ചെയ്യുക. എന്നിട്ട് മന്ത്രിസഭയിലിരിക്കുന്ന വേറൊരു ആളുടെ പേര് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, പുള്ളിയെ സ്പീക്കറാക്കാം. അങ്ങനെയാണെങ്കിൽ സംഗതി കുറച്ച്. അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു ഇത് സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത്. സ്പീക്കർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നതിൽ തൃപ്തനാണ്. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഈ ചീഞ്ഞ കളിയിലേക്ക് എന്നെ വലിച്ചെടുക്കരുത്. അതൊക്കെ പറയാനുള്ള ആർജവവും തൻ്റെ ഇടമുള്ളതാണ് കാർത്തികേയൻ. രാജേഷിന് അങ്ങനെ പറയാൻ പറ്റില്ല. അത് കാർത്തികേയൻ കോൺഗ്രസ്സുകാരനാണ്, രാജേഷ് CPM-കാരനാണ്. ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞാൽ പിന്നെ CPM-ൽ തുടരാൻ കഴിയുകയില്ല. കാർത്തികേയൻ അതിനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു, അദ്ദേഹം ആർജവവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയാം. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു സ്പീക്കർ ആരാണ്, സ്പീക്കറുടെ പദവി എന്താണ്, സ്പീക്കറുടെ അധികാരം എന്താണ് എന്ന് കൃത്യമായി അറിയുന്ന ആളായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് കാർത്തികേയൻ അത് പറയാൻ കഴിഞ്ഞത്. VM സുധീരനുമൊക്കെ അത് ചെയ്ത് തെളിയിച്ചവരാണ്. പക്ഷെ അത് നമുക്ക് CPM-ൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. ഏതായാലും ഷംസീർ സ്പീക്കറാകുന്നു എന്ന് പറയുമ്പോൾ നമ്മളതിന് പരിഹസിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം സ്പീക്കറാകട്ടെ, എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാമല്ലോ. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തമാശ വേണ്ടേ? നമ്മുടെ ജീവിതം വളരെ ബോറായി പോയില്ലേ? ഷഹീദ് പണിക്കർ, കിട്ടിയ അവസരം മന്ത്രിസഭയുടെ മുഖമാകെ മിനുക്കാനുള്ള അല്ലെങ്കിൽ ഒരു സമഗ്രമായ ഒരു അഴിച്ചുപണിക്ക് വിധേയമാക്കാനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുകയായിരുന്നോ പാർട്ടിയും സർക്കാരും? തീർച്ചയായും ആ രീതിയിൽ തന്നെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നുള്ളൂ കൃഷ്ണരാജ്. അത് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം 2ാം പിണറായി സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ 1.5 വർഷത്തെ പ്രവർത്തനം നോക്കുമ്പോൾ അതിലേതൊക്കെ മിനിസ്ട്രികളാണ് മറ്റുള്ളവയിൽ നിന്ന് കൂടുതൽ മോശമായിട്ട് പെർഫോം ചെയ്തത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിട്ടിട്ടുള്ള 2-3 വകുപ്പുകൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. അതിലൊന്ന് സ്വാഭാവികമായിട്ടും ആരോഗ്യ വകുപ്പാണ്. സഭയിൽ നിന്ന് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് പോലും തിരുത്തലുകളൊക്കെ നേരിടേണ്ടി വന്ന ഒരു മന്ത്രി ഇവിടെയുണ്ട്. തന്നെയുമല്ല ആ പാർട്ടിയിലുള്ള ആൾക്കാർക്കും സ്പീക്കർ പോലും പറഞ്ഞു വ്യക്തമായ മറുപടി പറയൂ, ഒരേ മറുപടി തന്നെ ഇങ്ങനെ തുടരെ ആവർത്തിക്കാതെ അവ്യക്തമായ മറുപടികൾ പറയാതെ വ്യക്തമായ മറുപടി പറയൂ എന്ന് സ്പീക്കർ പോലും ഈ സഭാ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. അതെ, ഒരേ ദിവസം തന്നെയാണ് അത് വന്നതും. സ്പീക്കർ പറയുന്നു മുഖ്യമന്ത്രി അതിലൊരു തിരുത്ത് പേവിഷബാധയുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു പ്രസ്താവനയിൽ പൊതുജനങ്ങളുടെ വിശ്വാസ്യത കൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അതിൻ്റെ വാക്സിൻ്റെ എഫിഷ്യൻസി നമ്മൾ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന രീതിയിൽ ആവർത്തിച്ച് മന്ത്രിയെ തിരുത്തുന്ന രീതിയിലത്തേക്ക് ഒരു പ്രസ്താവനയൊക്കെ നടത്തിയതാണ്. തന്നെയുമല്ല മറ്റ് ചില വകുപ്പുകളുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കൂടുതൽ വ്യാപകമായിട്ടുള്ള വിമർശനമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ മന്ത്രി വന്ന കാലം മുതൽ തന്നെ വളരെ ശക്തമായിട്ടുള്ള വിമർശനമുണ്ട്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട് വിമർശനമുണ്ട്. പക്ഷെ നമുക്കറിയാം ചില പ്രത്യേക രാഷ്ട്രീയ കാരണങ്ങളാലും രാഷ്ട്രീയ താല്പര്യങ്ങളാലും ഇതിൽ പറയുന്ന പല വകുപ്പുകളിലും മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധ്യമല്ല. ചിലത് രാഷ്ട്രീയമാണ്, പക്ഷെ ചിലത് സാമുദായികം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടുള്ള ഒരു പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒക്കെ അനുസരിച്ചിട്ടാണല്ലോ ഈ മന്ത്രിമാരെയൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നന്നായി പെർഫോം ചെയ്യുന്നില്ല എങ്കിലും നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടയാളാണ്, ആ സമുദായത്തിന് ഈ മന്ത്രിസഭയിൽ കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യമുണ്ടോ, ഒരുപക്ഷെ ഇല്ല എന്നാണെങ്കിൽ
മോശമായി പെർഫോം ചെയ്യുന്ന ഒരു മന്ത്രി പോലും ഒരു എക്സ്റ്റൻഡഡ് ടേം കിട്ടി അധികാരത്തിൽ തുടരുന്നതിന് കാരണമാകും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വകുപ്പുകളിലാണോ ഈ സർക്കാർ മോശമായി പെർഫോം ചെയ്യുന്നത്, ആ വകുപ്പുകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുഖംമിനുക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി പോലും ആ വിഷയത്തിൽ സർക്കാർ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീ എം വി ഗോവിന്ദൻ വെക്കേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്വത്തിനെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി പകരം ആര് എന്ന ചിന്തയാണ്. അവിടെ ഞാനും മനസ്സിലാക്കുന്നത് ശ്രീ ഷംസീർ മന്ത്രിയാകാൻ യോഗ്യനാണ്. രണ്ടാമത്തെ ടൈമിലാണ് അദ്ദേഹം MLA ആകുന്നത്. CPM ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരുന്ന അതേ സമീപനം തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന് മൂന്നാമതൊരു ടൈം കിട്ടാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള സീനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആദ്യം തന്നെ ഈ രണ്ടാമത്തെ മിനിസ്ട്രി ഉണ്ടായ സമയത്ത് തന്നെ മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ചർച്ചയൊക്കെ നടന്നതാണ്. അപ്പോൾ പുതുതായിട്ട് ഒരാളിനെ മന്ത്രിയാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ നിന്നുള്ള ഒരാളിനെ തന്നെ പരിഗണിച്ചാൽ അതെന്തായാലും ശ്രീ ഷംസീർ ആകും. പക്ഷേ ഷംസീറിന് ഒരു മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള ഒരു യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ സ്പീക്കറായിട്ട് അവിടെ അവരോധിക്കുന്നത്. കാരണം സ്പീക്കർ എന്ന രീതിയിൽ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് തെറ്റില്ലാത്ത രീതിയിലുള്ള അഭിപ്രായമാണ് പൊതുവെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും. വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളും റൂളിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും പൊതുവെ അദ്ദേഹത്തിനോട് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് UDFന്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യമായി നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളിനെ ആ റോളിൽ നിന്ന് മാറ്റി മറ്റൊരു റോൾ അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം വൃത്തിയായി ചെയ്തിരുന്ന ഒരു റോളിലേക്ക് പുതുതായിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരികയും ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഇപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ട്രോളായിട്ടൊക്കെയും പറയുന്നത് ഷംസീർ എന്ന് മുതലാണ് സ്പീക്കറായത് എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ പറയുമ്പോൾ ഇനി സഭ കൂടുന്ന സമയത്ത് അങ്ങനെ ഷംസീർ തന്നെ സ്പീക്കർ കസേരയിൽ ഇരുന്ന് ശ്രീ സതീശനെ പേടിപ്പിക്കുമെന്നൊക്കെ രീതിയിലുള്ള ചില ട്രോളുകളൊക്കെ കണ്ടു. പക്ഷേ എനിക്ക് അതിനേക്കാൾ കൗതുകമായിട്ട് തോന്നുന്നത് ഈ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഒരുപക്ഷെ സ്പീക്കറുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീ ഷംസീറാണ്. അപ്പോൾ ആ സ്പീക്കർ സ്ഥാനത്തിരുന്നിരുന്ന ശ്രീ രാജേഷ് ഇനി മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് മന്ത്രിമാരെയൊക്കെ റൂളിംഗ് കൊടുക്കുകയും കർക്കശമായിട്ട് അവരോടൊക്കെ സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്പീക്കറായിരുന്ന ശ്രീ രാജേഷ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ശ്രീ ഷംസീറിൻ്റെ അദ്ദേഹത്തിനോടുള്ള റൂളിംഗ് കൊടുക്കലും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ കൗതുകത്തോടെ കാണുക. പക്ഷേ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൗതുകങ്ങൾക്കപ്പുറത്തേക്ക് ഭരണത്തിൽ കൃത്യമായ രീതിയിലുള്ള ഒരു അലകും പിടിയും ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള എന്തെങ്കിലും മാറ്റം ഇവിടെ വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു നീക്കുപോക്ക് എന്നതിനപ്പുറത്തേക്ക് അതും ഈ പറഞ്ഞതുപോലെ ഗോവിന്ദൻ മാഷാണ്, അല്ലെങ്കിൽ അദ്ദേഹം കണ്ണൂരിൽ നിന്നുള്ളയാളാണ്, അദ്ദേഹം പാർട്ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് മാറുകയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നെസസിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാറ്റമാണ്. സമാനമായിട്ട് നമ്മൾ മറ്റൊരു കാര്യത്തിനെ പറ്റി ചിന്തിച്ചു നോക്കിയാൽ ശ്രീ സജി ചെറിയാൻ മാറിയിരിക്കുന്നത് രാഷ്ട്രീയമായി മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള പല വകുപ്പുകളും, പ്രത്യേകിച്ച് ഒരു തീരദേശ സംസ്ഥാനം എന്ന രീതിയിൽ നമുക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഫിഷറീസ് പോലെയുള്ള ഒരു വകുപ്പൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നപ്പോൾ അതിന് പകരം ഒരു മുഴുവൻ സമയ മന്ത്രി എന്ന രീതിയിലത്തേക്ക് ഇതുവരെയും അവരെത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു വരാനുള്ള ഒരു വിൻഡോ അവിടെ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് തന്നെ ഈ വകുപ്പിനെ മറ്റുള്ള ആൾക്കാർക്കൊരു അധിക ബാധ്യതയായിട്ട് നൽകുകയാണ് ചെയ്തത്.